ബോഡി ബിൽഡിംഗ് താരങ്ങളെ പോലീസിൽ നിയമിക്കാനുള്ള മന്ത്രിസഭയുടെ തീരുമാനം സ്റ്റേ ചെയ്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഷിനു ചൊവ്വ, ചിത്തരേഷ് നടേശൻ എന്നിവരുടെ നിയമന നീക്കത്തിന് സ്റ്റേ ആയിരിക്കുകയാണ്. സലിം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, ഈ വിഷയം വന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നതാണ്. ഒടുവിൽ ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നു അല്ലേ? അതായത് ആ സമയത്ത് തന്നെ വലിയ വിവാദം ഉണ്ടായ വിഷയമാണ്. മന്ത്രിസഭാ തീരുമാനത്തിന് ഇപ്പോൾ വലിയ തിരിച്ചടി കൂടി നേരിട്ടിരിക്കുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ആ തീരുമാനം സ്റ്റേ ചെയ്തിരിക്കുന്നത്. ബോഡി ബിൽഡർമാരെ, അതായത് കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ബോഡി ബിൽഡർമാരെ നിയമിക്കാനുള്ള, പോലീസിൽ ഇൻസ്പെക്ടറായി നിയമിക്കാനുള്ള തീരുമാനത്തിനാണ് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത്. നേരത്തെ അതിൻ്റെ ആദ്യഘട്ടമെന്നോണം കായികക്ഷമതാ പരീക്ഷ നടന്നിരുന്നു. ആ പരീക്ഷയിൽ ഷിനു ചൊവ്വ പരാജയപ്പെട്ടിരുന്നു. ചിത്തരേഷ് നടേശൻ പരീക്ഷയിൽ പങ്കെടുത്തതുമില്ല. അതിനുശേഷം ചില തൽപര കക്ഷികൾ തന്നെ പരാജയപ്പെടുത്താൻ മനഃപൂർവ്വം ശ്രമിച്ചതാണ് എന്നുള്ള ആരോപണമൊക്കെ ഷിനു ചൊവ്വ ഉയർത്തുകയും ഒപ്പം തന്നെ വീണ്ടും കായികക്ഷമതാ പരീക്ഷ നടത്താൻ സൗകര്യമൊരുക്കി തരണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു മനഃപൂർവ്വമായ ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാരണം എല്ലാ കായികക്ഷമതാ പരീക്ഷ മുഴുവനായി വീഡിയോഗ്രഫിയിൽ ചിത്രീകരിക്കുന്നതാണ്. മാത്രമല്ല മുതിർന്ന ഉദ്യോഗസ്ഥരുടേതുൾപ്പെടെയുള്ള സാന്നിധ്യവും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷ പിന്നെയും നടക്കുമോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് വന്നിരിക്കുന്നത്. ആ നിയമനവുമായി തൽക്കാലം ഈ വിഷയത്തിൽ വിധി ഉണ്ടാകുന്നത് വരെ നിയമനവുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിധി. മാത്രമല്ല അത് സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലാണ് ഈ നിയമനം നൽകാൻ ഇടയായത് എന്നുള്ള കാര്യം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസും അയച്ചിട്ടുണ്ട്. അത് DGPക്കും ഒപ്പം തന്നെ സർക്കാരിനും ഒപ്പം ഈ രണ്ട് നിയമനം നേടാൻ ഉദ്ദേശിച്ചിരുന്ന രണ്ട് ഷിനു ചൊവ്വ, ചിത്രേഷ് നടേശൻ എന്നിവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇനി നിയമനവുമായി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ കായിക വിഭാഗത്തിൽ ഒളിമ്പിക്സിലോ അതല്ലെങ്കിൽ ദേശീയ ഗെയിംസിലോ ഒക്കെ പങ്കെടുക്കുകയോ മെഡൽ നേടുകയോ ഒക്കെ ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിൽ കായിക കോട്ടയിൽ, സ്പോർട്സ് കോട്ടയിൽ നിയമനം നൽകുന്നത്. പക്ഷേ ഈ വിഷയത്തിലാണ് ആ ചട്ടങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഒളിമ്പിക്സിൽ പോലും മത്സര ഇനമല്ലാത്ത ബോഡി ബിൽഡിങ്ങിലെ മാത്രം കഴിവ് മാനദണ്ഡമാക്കിക്കൊണ്ട് നിയമനം നടത്താനുള്ള തീരുമാനവുമായി മന്ത്രിസഭ മുന്നോട്ട് പോയത്. ആ ഘട്ടത്തിൽ തന്നെ വലിയ വിമർശനം ഉണ്ടാവുകയും ആ ഫോഴ്സിൽ തന്നെ വലിയ ചർച്ചയ്ക്കിടയാക്കുകയും രാജികൾ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തൊരു വിഷയത്തിലാണ് ഇപ്പോൾ ട്രിബ്യൂണൽ ഇടപെടലും അതിനെ തുടർന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന് വലിയ തിരിച്ചടിയും നേരിട്ടിരിക്കുന്നത്. സ്മിത. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.